ഡിയർ സ്റ്റുഡൻസ്, 2022 ജനുവരി 6 നടക്കാൻ പോകുന്ന ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എക്സാമിനേഷൻ്റെ റിവിഷൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോയിൽ 35 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ അടുത്തൊരു 35 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യും. ഈ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 80% മാർക്ക് തീർച്ചയായും ലഭിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഈ രണ്ട് വീഡിയോയിലായിട്ട് 70ഓളം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള രണ്ട് ക്വസ്റ്റ്യൻസാണ്, രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും കവറപ്പ് ആയിട്ടുണ്ട്. ഇനി ഈ വീഡിയോയുടെ എൻഡിൽ നമ്മളൊരു 2021 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അപ്ലോഡ് ചെയ്തതായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് നോക്കി പഠിച്ചുകൊള്ളുക. അപ്പം നമുക്ക് ആ ഡിസ്കഷനിലേക്ക് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ നിങ്ങൾക്ക് പാർട്ട് എയിൽ ഇപ്പോഴെന്താണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. 6 ക്വസ്റ്റ്യൻ എഴുതുക, 18 മാർക്ക്. രണ്ടാമത്തേതിൽ 8 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി, ഇപ്പോൾ 32 മാർക്ക്. ഇനി മൂന്നാമത്തെ സി പാർട്ടിൽ 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസോ 2 ആൻസറോ അല്ലെങ്കിൽ 10 മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കും. 3 ആൻസർ ചെയ്യുകയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. നമ്മൾ എ പാർട്ടിലേക്ക് വന്നാൽ ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് ഡിഫൈൻ കോൺട്രാക്റ്റ്. നമ്മൾ ആ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടതാണ്. ഡിഫൈൻ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച്. ദെൻ വാട്ട് ഈസ് അൺഎൻഫോഴ്സ്മെൻറ്റ് കോൺട്രാക്റ്റ്? അത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആണ്. എ കോൺട്രാക്ട് വിച്ച് കനോട്ട് ബി എൻഫോഴ്സ് ഡ്യൂ ടു ടെക്നിക്കൽ ഡിഫക്ട്സ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. എ കോൺട്രാക്ട് വിച്ച് കനോട്ട് ബി എൻഫോഴ്സ് ഡ്യൂ ടു ടെക്നിക്കൽ ഡിഫക്ട്സ്. എന്തെങ്കിലും ടെക്നിക്കൽ ഡെഫിഷ്യൻസി കാരണം എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തത്. It's a contract which is otherwise valid but cannot be enforced because of some technical defects like absence of a written form or absence of proper stamp. Such contracts will not be enforced by the courts until and unless the defect is rectified. ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നത് എന്താ? Unenforceable contracts cannot be enforced due to some technical defects. മൂന്നാമത്തേത് explain liquidated damages, extraordinary damages and liquidated damages. If the amount is fixed is a genuine pre-estimate of loss in case of breach, it is known as liquidated damage. സോറി, ഞാൻ ആദ്യം പറഞ്ഞ എക്സ്പ്ലനേഷൻ അല്ല. ഇഫ് ദി എമൗണ്ട് ഫിക്സ് ഇസ് ജെന്യുവിൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് ദി ലോസ് ഇൻ കേസ് ഓഫ് ബ്രീച്ച്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നഷ്ടം ന്യായമായ രീതിയിൽ ഇൻ അഡ്വാൻസ് അവർ ഫിക്സ് ചെയ്യുന്നു. അപ്പം അങ്ങനെ എന്താ വന്നിരിക്കുന്നതാണ് ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ലിക്വിഡേറ്റഡ് ഡാമേജ്. ഇറ്റ് ഈസ് എ സം ഫിക്സ് ബൈ ദി പാർട്ടീസ് അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് ദി എഗ്രിമെൻറ്റ്. അപ്പം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ കോൺട്രാക്റ്റിലെ പാർട്ടിക്കാർ ഇതെന്തെങ്കിലും കാരണവശാൽ ബ്രീച്ച് ആയി കഴിഞ്ഞാൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡാമേജ് എമൗണ്ടാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് ആയിട്ട് വരുന്നത്. ദെൻ നാലാമത്തെ എന്താണ്? വാട്ട് യു മീൻ ബൈ റെസിഷൻ? ഉപേക്ഷിക്കുക എന്നുള്ളതാണ് റെസിഷൻ. സോ റെസിഷൻ ഓഫ് എ കോൺട്രാക്ട് മീൻസ് അന്യൂൾമെൻറ്റ് ഓഫ് ഇറ്റ്. അന്യൂൾമെൻറ്റ് മീൻസ് ഇൻവാലിഡ്. കോൺട്രാക്ട് ബിക്കം ഇൻവാലിഡ്. വെൻ ഓൾ ഓർ സം ഓഫ് ദി ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ആർ ക്യാൻസൽഡ്, റെസിഷൻ ടേക്ക് പ്ലേസ്. റെസിഷൻ മീൻസ് പുട്ടിങ് ആൻഡ് എൻഡ് ടു ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ 2 പാർട്ടിക്കാരും കോൺട്രാക്ട് ഉപേക്ഷിക്കുന്നു, ആ കോൺട്രാക്റ്റ് അവസാനിക്കുന്നു, റെസിൻ ചെയ്യുന്നു എന്നുള്ളതാണ് റെസിഷൻ. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് യു മീൻ, സോറി, ഫോർത്ത് വൺ ആണ് വാട്ട് യു മീൻ ബൈ റെസിഷൻ. ഫിഫ്ത്ത് വൺ ഈസ് കൊയേഷൻ. ഇതെല്ലാം നമ്മൾ ആ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതെങ്കിലും സെക്ഷനിലായിട്ട് കണ്ടിട്ടുള്ളതാണ്. കൊയേഷൻ എന്താ? കൊയേഷൻ ഈസ് ത്രെറ്റ് ഓർ ഫോഴ്സ് യൂസ്ഡ് ബൈ വൺ പാർട്ടി അഗൈൻസ്റ്റ് അനദർ ഫോർ കമ്പലിംഗ് ഹിം ടു എൻ്റർ ഇൻടു ആൻ എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഒരാളെ ത്രിട്ടൺ ചെയ്തോ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചോ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നതിനാണ് നമുക്ക് കൊയേഷൻ എന്ന് പറയുന്നത്. യൂസിങ് ഫോഴ്സ് ഓർ ത്രിട്ടണിങ് ടു യൂസ് ഫോഴ്സ് ഓർ കമ്മിറ്റിംഗ് ആൻ ആക്ട് വിച്ച് ഈസ് പ്രൊവിഡഡ് ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ് ഇൻ ഓർഡർ ടു ഫോഴ്സ് അനദർ വൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, ദാറ്റ് ഈസ് കൊയേഷൻ. Then next is
ഹു ഈസ് എ സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട്, കോൺട്രാക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പാർട്ടി, തേർഡ് പാർട്ടി, സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട്. So it's a general law of contract that a person who is not a party to the contract, a person who is not a party to the contract is known as stranger to the contract, cannot sue on it. It means that no one but the parties to a contract can be bound by it or benefited under it. ഒരു കോൺട്രാക്റ്റിലെ ബന്ധപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കാർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനവും നഷ്ടവും ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കാർക്ക് മാത്രമേ അതിൻ്റെ മേൽ കേസുകൾ ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. തേർഡ് പാർട്ടീസ് കനോട്ട് സ്യൂ. ദെൻ സെവൻത് വൺ ഈസ് വാട്ട് ഈസ് പോൺ ഓർ പ്ലഡ്ജ്. ഇതൊരേ വാക്ക് തന്നെയാണ്, പോൺ ഓർ പ്ലഡ്ജ്. ദെൻ അതെന്താണ് പോൺ ഓർ പ്ലഡ്ജ്? പോൺ ഓർ പ്ലഡ്ജ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ബെയിൽമെൻ്റ് ആണ്. Is a transfer or bailment of goods as a security for the payment of a debt or performance of a promise. Every contract by which the possession of goods is transferred as security is deemed to be a pawn. ഇവിടെ എന്താ, എല്ലാ ഒരു കോൺട്രാക്റ്റും മുഖാന്തരം സാധനങ്ങളുടെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് ആസ് എ സെക്യൂരിറ്റി ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ്. നമ്മളെന്തായി ഗോൾഡ് ലോൺ എടുക്കുന്നത് പ്ലഡ്ജാണ്, സ്വർണ്ണപ്പണയം. എന്താണെങ്കിലും പണയ വസ്തുവായിട്ട് ഈടായിട്ട് കൊണ്ടുപോയി പ്ലഡ്ജിൻ്റെ കാര്യത്തിൽ എന്താ, വസ്തു കൈമാറ്റം ചെയ്യും. ആ പൊസഷൻ, ഫിസിക്കൽ പൊസഷൻ കൈമാറ്റം ചെയ്യുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, അതെന്താണ്, ഇതാണ് പോൺ ഓർ പ്ലഡ്ജ്. ദെൻ നരേറ്റ് ദി കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. എ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി refers to a promise made by one person to make good any loss or damage another has incurred or may incur by acting at his request or for his benefit. സംഭവിക്കുന്ന നഷ്ടം നികത്തി കൊടുത്തുകൊണ്ടാവുന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റുകൾ. ദെൻ ദി നൈൻത് വൺ ഈസ് ഹു ഈസ് എൻ ഓപ്ഷനിയർ. ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്ന ഒരു ഏജൻറ്റാണ് ഓപ്ഷനിയർ. ഇപ്പോൾ ഒരു ഓപ്ഷനിയർ അയാളുടെ കൈവശിരിക്കുന്ന ഹാമർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആകുന്നു. ഇൻ കേസ് ഓഫ് an auction sale, the sale comes to an end by putting down the hammer by the auctioneer. കയ്യിലൊരു ഹാമർ കാണും, അത് താഴേക്ക് വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആകുക ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സെയിൽ എന്താണെന്ന് നോക്കാം. ഹു ഈസ് എൻ ഓപ്ഷനിയർ ആണ്. An auctioneer is a manner of selling property by bids, usually to the highest bidder by the public competition. The auctioneer who sells goods by auction is an agent of the seller only. The auctioneer holds the goods as a bailey. ഓപ്ഷനിയർ എന്താ, ഒരു ബെയിലിയുടെ കപ്പാസിറ്റിയിൽ സാധനങ്ങൾ കൈവശം വയ്ക്കുന്നു, അത് ഏജൻ്റായിട്ട് പ്രവർത്തിച്ച് വിൽക്കുന്നു. An auction sale comes to an end by putting down the hammer in the hands of the auctioneer. Then what is an agreement to sell? സെയിലും എഗ്രിമെൻറ്റും സെല്ലും ഉണ്ട്. എഗ്രിമെൻറ്റ് ടു സെൽ, where the transfer of property in goods shall take place in future or on the fulfillment of certain conditions, it shall be an agreement to sell or a conditional sale. Transfer of property in goods, സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം ഭാവിയിൽ കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് എന്താണ് എഗ്രിമെൻറ്റ് ടു സെൽ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ എന്താണ് നമ്മൾ പറയുന്നത്, എഗ്രിമെൻറ്റ് ടു സെൽ. വിൽപ്പന, ഒരു സാധനം, ഒരു വസ്തു മറ്റൊരാൾക്ക് വിൽക്കാമെന്നുള്ള എഗ്രിമെൻ്റാണ് എഗ്രിമെൻറ്റ് ടു സെൽ. ദെൻ ദി 11th question, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്ട്. ഒരു എഗ്രിമെൻറ്റും കോൺട്രാക്റ്റുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണ്? അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണഗതിയിൽ എന്താ, എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, whereas every promise and every set of promise forming consideration for each other is an agreement. ഈ ഒരു ആൻസർ അവിടെ കൊടുക്കേണ്ടത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്ട് പറഞ്ഞാൽ എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, whereas every promise and every set of promises forming consideration for each other is an agreement. ഇനി ഈ 11ാമത്തെ ആൻസറായിട്ട് 11ാമത്തെ മറ്റൊരു ആൻസറും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ കീയിൽ. എന്താണ്, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്, എലൂസിഡേറ്റ്. ഇത് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം അതിൻ്റെ ആൻസറും കൂടി ഒന്ന് നോക്കി വെക്കുക. അക്കോർഡിംഗ് ടു സെഷൻ 2 subsection H,
An agreement enforceable by law is a contract. Therefore, all contracts are agreements. Some agreements remain only agreements. For example, those agreements: A. Not intend to create legal relationship, not made with the free consent of the parties, not made by competent persons, not made or a lawful object which has been declared void, not written or registered by law. Then an agreement which does not create legal obligation is also not a contract. എന്താണ് a contract has two aspects, agreement and obligation. There are agreements which do not have their source in agreements. So law of contract is law of those agreements which create obligation and those obligations which have their source in agreement. ഇപ്പം നമുക്ക് എന്താ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എലൂസിഡേറ്റ് ചെയ്യാനായിട്ട് all contracts are agreements but all agreements are not contract, elucidate, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ആൻസർ കൊടുക്കുക. ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എഗ്രിമെൻ്റ് ആൻഡ് കോൺട്രാക്ട് എന്നാണ് എങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ആൻസർ എഴുതിയാൽ മതി, ഹാൻഡ് റിട്ടൺ ആൻസർ അത് കൊടുത്താൽ മതി. ദെൻ 12th ക്വസ്റ്റ്യൻ ആയിട്ട് ഹൗ ഡസ് ബൈലാറ്ററൽ കോൺട്രാക്ട് ഡിഫർ ഫ്രം യൂണിലാറ്ററൽ കോൺട്രാക്ട്? ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ. Bilateral എന്താ? A unilateral contract is one which only one party has to fulfill his obligation at the time of formation of the contract. The other party having fulfilled his obligation at the time of the contract or before the contract comes into existence. ഇപ്പം കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി മാത്രം അയാളുടെ ഓബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്താൽ മതി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടി ഓൾറെഡി അത് ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞു. അതാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ബൈലാറ്ററൽ കേട്ടോ, യൂണിലാറ്ററൽ കോൺട്രാക്ട് ഒരാൾ മാത്രം ഫുൾഫിൽ ചെയ്യാനുള്ളത്. In case of bilateral contract is one in which obligation on the part of both the parties to the contract are outstanding. When the obligation of both the parties to the contract are outstanding at the time of the contract, it is bilateral contract. When only the obligation of one of the parties is remaining to be fulfilled at the time of entering into the contract, that is unilateral contract. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു പാർട്ടിക്ക് മാത്രമാണ് ഓബ്ലിഗേഷൻ ഔട്ട്സ്റ്റാൻഡിങ് എങ്കിൽ അത് യൂണിലാറ്ററലും, രണ്ട് പാർട്ടിക്കാരുടെയും ഓബ്ലിഗേഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് ബൈലാറ്ററൽ കോൺട്രാക്റ്റുകളുമാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ റൂൾസ് റിഗാർഡിംഗ് ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്താ? ഐഡൻറ്റിക്കൽ ഓഫേഴ്സ് മെയ്ഡ് ബൈ ടു പാർട്ടീസ്. രണ്ട് പാർട്ടിക്കാരും ഒരേപോലെയുള്ള ഓഫേഴ്സ് കൊടുക്കുന്നു വിതൗട്ട് നോയിങ് ഈച്ച് അതേഴ്സ് ഓഫർ. അതാണ് ക്രോസ് ഓഫർ, ഒരേ സമയത്ത് തന്നെ. ദെൻ അതിൻ്റെ ആ ഡിഫറൻസ് നോക്കിയേക്കാം. ഡിഫറൻസ് എന്താണ്? അതിൻ്റെ റൂൾസ് റിഗാർഡിംഗ് ക്രോസ് ഓഫർ 13ാമത്തേത്. വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡൻറ്റിക്കൽ ഓഫർ ടു ഈച്ച് അതർ ഇൻ ഇഗ്നറൻസ് ഓഫ് ഈച്ച് അതേഴ്സ് ഓഫർ, സച്ച് ഓഫേഴ്സ് ആർ കോൾഡ് ക്രോസ് ഓഫേഴ്സ്. ദേ ഷാൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അക്സെപ്റ്റൻസ് ഓഫ് വൺ ഓഫർ ബൈ ദി അതർ. ക്രോസ് ഓഫേഴ്സ് ആർ നോട്ട് considered as acceptance of one's offer by the other. അത് ഓർത്തിരിക്കുക. When two parties make identical offer to each other in ignorance of each other's, such offers are called cross offers. They shall not constitute acceptance of one's offer by the other. Then the 14th question is narrate the legitimacy of revocation of acceptance. റിവോക്ക് ചെയ്യുക, പിൻവലിക്കുക, ക്യാൻസൽ ചെയ്യുക, അതിൻ്റെ ലീഗാലിറ്റി അല്ലെങ്കിൽ ലെജിറ്റിമസി എന്താണ്? So the 14th is an acceptance of a proposal may be revoked at any time before the communication of acceptance is complete as against the acceptor, but not afterwards. The acceptance is binding on the acceptor when the letter of acceptance actually reaches the proposer. The acceptance is binding on the acceptor. Acceptor സംബന്ധിച്ചിടത്തോളം ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് പ്രപ്പോസറിൻ്റെ കയ്യിൽ എത്തുമ്പോഴാണ് acceptance legally binding ആകുന്നത്, അല്ലെങ്കിൽ acceptance complete ആകുന്നത്. Then 15th is list out the different persons considered as persons of unsound mind. Persons of unsound mind normally are the idiot, lunatics, drunken persons, etc. Normally unsound mind, സ്ഥിരബുദ്ധി ഇല്ലാത്തവർ. ഇതിൻ്റെ unsoundness of mind does not mean weakness of mind or loss of memory. It means only lack of capacity to understand the terms of the contract. ഒരു കോൺട്രാക്റ്റിൻ്റെ ടേംസ് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് അൺസോൺ മൈൻഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്.
Unsoundness mainly arises from idiocy, lunacy, or insanity, drunkenness, then hypnotism and mental decay. ഇപ്പം ഇത്രയും ഓർത്തിരിക്കുക. അൺസൗണ്ട്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കൺസിഡേഴ്സ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് നമ്മൾ ഓർത്തിരിക്കുന്നത് ഇഡിയറ്റ്, ലുനാറ്റിക്സ്, ദെൻ ഡ്രങ്കൺ പേഴ്സൺസ്, ഇവരൊക്കെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡായിട്ട് കണക്കാക്കുന്നത്. Then the 16th question is, what is undue influence? Undue influence. Domination of a weak mind by a strong mind. അതാണ് undue influence. Sometimes the parties to an agreement are so related to each other that one party is in a position to dominate the will of the other. രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള ബന്ധം വെച്ച് ഒരു പാർട്ടിക്ക് മറ്റൊരാളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ undue influence ഉണ്ടാകും. As a result of which other party is compelled to enter into an agreement against his will as a result of undue influence. അപ്പം undue influence മൂലം എന്താ, അയാൾക്ക് സ്വമേധയാ ഏർപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ഈ undue influence ചെലുത്താൻ കഴിവുള്ളയാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. അതാണ് undue influence ആയിട്ട് വന്നിരിക്കുന്നത്. undue influence, domination of a weak mind by a strong mind. Then 17th one is explain fraud. കബളിപ്പിക്കുക, ചീറ്റ് ചെയ്യുക, explain fraud. Then fraud is the willful representation made by one party to contract with the intent to deceive the other party. മറ്റൊരാളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഒരാൾ ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിച്ച് കബളിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു. സോ ഫ്രോഡ് ഈസ് ദി വിൽഫുൾ റെപ്രസെൻറ്റേഷൻ. അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യം ശരിയായിട്ട് അവതരിപ്പിച്ച് മറ്റൊരാളെ കൊണ്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുവിപ്പിക്കുന്നു, അതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു. Or to induce such party to enter into a contract. It means a false statement made knowingly or without belief in its truth, or recklessly without caring whether it is true or false. ഒരു കാര്യം ഒന്നെങ്കിൽ എന്താണ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് അവതരിപ്പിച്ച് മറ്റൊരാളെ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് മൈൻഡ് ചെയ്യാതെ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാതെ മറ്റൊരാളെ ഇൻഡ്യൂസ് ചെയ്തൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ഇതിവിടെ എന്താ, സാമ്പത്തിക നേട്ടവും കൂടെ ഉണ്ടാക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ഫ്രോഡ്. ദെൻ ദി 18th one is, what are the different types of bilateral mistake of fact? Bilateral mistake, രണ്ട് പാർട്ടിക്കാർക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നു. Bilateral mistake, a mistake of fact in the minds of both parties, the negatives consent and the contract become void. ഇപ്പോൾ രണ്ട് പാർട്ടിക്കാരുടെയും മനസ്സിൽ മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടിക്കാർക്കും തെറ്റ് പറ്റിയാൽ ആ കോൺട്രാക്ട് വോയിഡ് ആയിരിക്കും. Section 20 provides that where both the parties to an agreement are under a mistake as to a matter of fact, then essential to the agreement is void. In reality, there is no agreement at all, there being total absence of consent. രണ്ട് പാർട്ടിക്കാർക്കും തെറ്റുപറ്റി, രണ്ട് പാർട്ടിക്കാരും തെറ്റിദ്ധാരണ മൂലമാണ് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു എഗ്രിമെന്റേ ഉണ്ടാകുന്നില്ല. അവിടെ ലാക്ക് ഓഫ് കൺസെന്റ് ആണ്, കൺസെന്റ് ഇല്ല, സമ്മതമില്ല. Then the 19th question is, explain the doctrine of public policy. Doctrine of public policy. Any agreement which is considered injurious to the welfare of the society will be deemed to be opposed to public policy. സമൂഹത്തിൻ്റെ പൊതുവായ വെൽഫെയറിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണ്? എഗൻസ്റ്റ് പബ്ലിക് പോളിസിയാണ്. അപ്പം an agreement which is considered injurious to the welfare of the society will be deemed to be opposed to public policy. Public policy is that principle of law which holds that no citizen can lawfully do that which has a tendency to be injurious to the public. എന്താ, ജനറൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് ദൂഷ്യമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യാനുള്ള അധികാരം ഒരു സിറ്റിസണും ഇല്ല. ഇതാണ് പബ്ലിക് പോളിസി പറയുന്നത്. Then some of the agreements have been declared by the courts as opposed to public policy and they are agreements. നമുക്കെന്താ, ഇതൊരു 5 മാർക്കിനൊക്കെ ആൻസർ ആണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് 2 മാർക്കിനാണെങ്കിൽ നമ്മളെന്താ 2 സെൻറ്റൻസിൽ നിർത്തുക. ഈ എക്സാമ്പിൾ ഒന്നും അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. 2 മാർക്കിനോ 3 മാർക്കിനോ ആണെങ്കിൽ. ഒരു 5 മാർക്കിനാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എലാബറേറ്റ് ആയിട്ട് തന്നെ ആൻസർ കൊടുക്കണം. ഇനി ഇത് എന്തൊക്കെയാണ്? ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസ് ആൻഡ് ടൈറ്റിൽസ്, ട്രേഡിംഗ് വിത്ത് എനിമി, ബൈ വേ ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ചാമ്പർട്ടി, ഫോർ ഷിഫ്ലിംഗ് പ്രോസിക്യൂഷൻ,
in restraint of legal proceedings, in restraint of parental rights, in restraint of marriage. ഇതെല്ലാം എന്താ? എഗ്രിമെന്റ്സ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ്, എഗ്രിമെന്റ്സ് ഫോർ ദി സെയിൽ ഓഫ് പബ്ലിക് ഓഫീസസ്. ഇങ്ങനെയുള്ള എല്ലാ എഗ്രിമെന്റുകളും അവിടെ എഗ്രിമെന്റ്സ് അവിടെ ഉള്ളതാണത്. ഒരു ആൻസർ കീയുടെ ഭാഗമായതുകൊണ്ട് അത് മെൻഷൻ ചെയ്തിരുന്നുള്ളൂ. അത് നിങ്ങൾ ആൻസർ എഴുതുകയാണെങ്കിൽ ഈ എഗ്രിമെന്റ്സും കൂടെ കൂട്ടി വേണം എഴുതാനായിട്ട്. ദെൻ എഗ്രിമെന്റ്സ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് മാരേജ്, ഇൻ റെസ്ട്രെയിന്റ് ഓഫ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് മൈനേഴ്സ്. ഒരു മൈനറെ വിവാഹത്തിൽ നിന്ന് തടയാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ട്. മറ്റുള്ള എന്തോ ഒരു മേജറായ വ്യക്തിയെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന തടയാനുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അതെന്തായിട്ട് മാറും? അതിന് വാലിഡിറ്റി ഇല്ല. അത് പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് മാറുന്നു. എഗ്രിമെൻ്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് ആൻഡ് മാരേജ് ബ്രോക്കറേജ് എഗ്രിമെൻറ്റ്സ്, ഇതെല്ലാം എന്താണ്? എഗൻസ്റ്റ് പബ്ലിക് പോളിസിയാണ് എഗ്രിമെൻറ്റ്സ്. ഡോക്ടറിന് പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് വരുന്ന എഗ്രിമെൻറ്റുകളാണ്. നെക്സ്റ്റ് ഈസ് 20th question. വാട്ട് ആർ റെസിപ്രോക്കൽ പ്രോമിസസ്? റെസിപ്രോക്കൽ. 20th one is promises which form the consideration or part of consideration for each other are called reciprocal promises. എന്താ? ഒരു പ്രോമിസിന് പകരമായിട്ട് മറ്റൊരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റെസിപ്രോക്കൽ പ്രോമിസസ് ആവുന്നു. പ്രോമിസ് ഫോർ അനദർ പ്രോമിസ്, ഒരു പ്രോമിസിന് കൺസിഡറേഷനായിട്ട് മറ്റൊരു പ്രോമിസ് കൊടുക്കുന്നു. റൂൾസ് റിലേറ്റിംഗ് ടു പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. The promiser need not perform his promise unless the promise is ready and willing to perform his reciprocal promise. That is, promises are mutual and concurrent. In case of reciprocal promise, promises are mutual and concurrent. Mutual and concurrent. അപ്പം എന്താ? ഒരു പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻ്റ് അടുത്ത പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻറ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ഒരാൾ അയാളുടെ പ്രോമിസ് ഫുൾഫിൽ ചെയ്താൽ മാത്രം അടുത്തയാൾക്ക് അയാളുടെ പ്രോമിസ് ഫുൾഫിൽ ചെയ്താൽ മതി. ദാറ്റ് ഈസ് പ്രോമിസസ് ആർ മ്യൂച്വൽ ആൻഡ് കൺകറന്റ്. വെൻ ദി ഓർഡർ ഇൻ വിച്ച് ദി റെസിപ്രോക്കൽ പ്രോമിസ് ആർ ടു ബി പെർഫോംഡ് ഈസ് എക്സ്പ്രസ്ലി ഫിക്സ്ഡ് ബൈ ദി കോൺട്രാക്ട്, ദേ മസ്റ്റ് ബി പെർഫോം ഇൻ ദാറ്റ് ഓർഡർ വിച്ച് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ് റിക്വയേഴ്സ്. ഇതൊരു 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത്രയുമൊക്കെ ആൻസർ കൊടുത്താൽ മതി. ഇനി 5 മാർക്കിനാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ആൻസറുകളിൽ കൊടുത്തിരിക്കുന്ന ഫുൾ ആൻസർ നോട്ട് ചെയ്യുക. If one party to the contract prevents the other from performing his promise, the contract becomes voidable at the option of the party so prevented, and he is entitled to compensation from the other party for any loss. When a contract consists of reciprocal promises such that one of them cannot be claimed till the other has been performed, and the promiser of the promise last mentioned fails to perform it, then such promiser cannot claim the performance of reciprocal promise. പ്രധാനമായിട്ടും എന്താ ഓർത്തിരിക്കേണ്ടത്? ഇൻ കേസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ്, ദി പെർഫോമൻസ് ഓഫ് വൺ പാർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദി പെർഫോമൻസ് ഓഫ് ദി അതർ പാർട്ടീസ് പ്രോമിസ്. അപ്പം മ്യൂച്വലും കൺകറൻറ്റുമാണ് റെസിപ്രോക്കൽ പ്രോമിസുമായിട്ട്. അപ്പം നമുക്കൊരു 5 മാർക്കിൻ്റെ ആൻസറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് പാറ്റേൺ 8 മാർക്കിൻ്റെ ആൻസർ ആണെങ്കിൽ ഈ ഫുൾ ആൻസർ, ഈ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഫുള്ളായിട്ട് കൊടുത്താൽ മതി. ഇനി അതല്ല എങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഇവിടെ കൊണ്ട് ആൻസർ നിർത്താം. നിങ്ങൾ അത്രയും ഓർത്തിരിക്കുക. ദെൻ ദി 21st one is covet emptor, let the buyer beware. സിലോ ഗുഡ്സ് ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. covet emptor, let the buyer beware. Covet emptor means let the buyer beware. In other words, it's not part of the seller's duty in a contract of sale to give to the buyer an article suitable for a particular purpose unless such purpose is made known to the seller. എന്തിനു വേണ്ടിയാണ് ഒരു വസ്തു വാങ്ങുന്നതെന്ന് ബയർ സെല്ലറിനോട് ക്ലിയർ ആയിട്ട് പറയുകയും സെല്ലറിൻ്റെ ഒപ്പീനിയൻ അത് വിടുകയും ചെയ്യുന്നില്ല എങ്കിൽ സെല്ലറിന് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. Then it's the duty of the buyer to satisfy himself before purchasing the articles that the article which he buys is the one which he wants. വാങ്ങുന്ന സാധനം അയാൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് ഉറപ്പാക്കി, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കി വാങ്ങാനുള്ള ഒരു ഓബ്ലിഗേഷൻ ബയർക്കാണ്, സെല്ലറിനല്ല. ലെറ്റ് ദി ബയർ ബിവെയർ. ബയർ ബിവെയർ ആകട്ടെ, ബയർ സാധനങ്ങൾ അത് എക്സാമിൻ ചെയ്ത് ഉറപ്പാക്കി വാങ്ങുക, സെല്ലറിൻ്റെ ഡ്യൂട്ടി അല്ല.
Then 22nd is who is a substituted agent. Sub-agentum substituted agent ഉണ്ട്. Sub-agent is appointed by the agent, original agent. Substituted agent is appointed by the agent ആണത്. A substituted agent is a person appointed by the agent to act for the principal in the business of agency with the knowledge and consent of the principal. പ്രിൻസിപ്പലിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. ദെൻ നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരികയാണ്. രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ അവിടെ 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ വരുന്നതാണ്. നിങ്ങൾ ആ ഏത് പാർട്ടിൽ ഈ ക്വസ്റ്റ്യൻ വരുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ലിമിറ്റ് ചെയ്യുക. എ പാർട്ടിൽ 2 മാർക്കിനോ 3 മാർക്കിനോ ആണെങ്കിൽ നമുക്കെന്താ ഒരു 3-4 സെൻറ്റൻസിൽ, ഇനി 1 സെൻറ്റൻസോ 2 സെൻറ്റൻസോ ആണെങ്കിൽ പോലും എക്സാക്ട് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നമുക്കവിടെ ആൻസർ അവസാനിപ്പിക്കാം. ദെൻ പിന്നെയും നമ്മളൊരു 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇനിയും നമുക്ക് ഏകദേശം ഒരു 12-13ഓളം ലെങ്തി ആൻസേഴ്സ് ഇവിടെ റിമൈനിങ് ആണ്. നമ്മൾ 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ റൂൾസ് റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ്. ഇപ്പോൾ ജോയിൻറ്റ് പ്രോമിസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് റൂൾസ്? സോ അത് when 2 or more individuals are bound to perform a contract together, it is called a joint promise. If all of the promises die, the legal representatives of all of them fulfill the promise jointly. Section 43 lays down the rules regarding the performance of joint promises. Each of the joint promises is bound to discharge the entire liability covered under the promise. Right of contribution permits the person who has paid the entire amount to proceed against the other joint promises to recover the amount which he has paid more than his share. അപ്പോൾ അതിൻ്റെ ആ ആൻസർ കീ അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജോയിൻറ്റ് പ്രോമിസുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു 5 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ആ ഫുൾ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അത് നിങ്ങൾ എഴുതണം. അടുത്ത് 24ാമത്തെ ക്വസ്റ്റ്യനാണ്. നറേറ്റ് ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് ബെയിൽമെൻറ്റ്. ബെയിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൽ വെൻ ദി പർപ്പസ് ഇസ് അക്കംപ്ലീഷ്ഡ് be returned or otherwise disposed of according to direction of the person delivering them. Any essentials of bailment at the delivery of goods, then it must be for some purpose, there must be a contract, then bailment is related to movable goods, then once the purpose is accomplished the goods shall be returned. ഈ ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതൊരു 5 മാർക്കിനൊക്കെ ആണെങ്കിൽ ഒരു 2 പേജ് വരുന്ന രീതിയിൽ ഈ പോയിന്റുകൾ നമ്മളെന്താ ഹൈലൈറ്റ് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക ബെയിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ റൈറ്റ് ഡൗൺ ദി എസെൻഷ്യൽ റൂൾസ് ഫോർ വാലിഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദി പ്രോമിസ് ഓർ ടു ഡിസ്ചാർജ് ദി ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഗ്യാരണ്ടി എന്തൊക്കെയാണ്? എസെൻഷ്യൽസ്: എക്സിസ്റ്റൻസ് ഓഫ് എ പ്രിൻസിപ്പൽ ഡെറ്റ്. ഇപ്പം എന്താ ഒരു പ്രിൻസിപ്പൽ ഡെറ്റ് ഉണ്ടായിരിക്കണം. ഗ്യാരണ്ടി അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഒരാളൊരു തുക വായ്പയായിട്ട് വാങ്ങുമ്പോൾ അതിനൊരാൾ ജാമ്യം നിൽക്കുന്നു. അതാണ് നമ്മൾ ഈ ഗ്യാരണ്ടി അറേഞ്ച്മെൻറ്റിൽ പറയുന്നത്. ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഡെറ്റ് ഉണ്ടാകണം. കൺസിഡറേഷൻ ഫോർ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ദർ ഷുഡ് ബി നോ മിസ്റെപ്രസെൻറ്റേഷൻ ഓർ കൺസീൽമെൻറ്റ്. ഇതൊക്കെ എന്താണ് ഒരു എസെൻഷ്യലായിട്ട് വരുന്നതാണ്. മിസ്റെപ്രസെൻറ്റേഷനോ കൺസീൽമെൻറ്റോ ഉണ്ടാകാൻ പാടില്ല. ദെൻ കൺസിഡറേഷൻ ഫോർ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഗ്യാരണ്ടിയും ഇൻഡെംനിറ്റിയുടെയും യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുന്ന ഏതെങ്കിലും ബുക്കിൽ നിന്നും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ 26ാമത്തേത് വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇപ്പം നമ്മൾ എന്താ 2 parties ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ദെൻ കോൺട്രാക്ട് ഈസ് റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് ദെർ മസ്റ്റ് ബി എ പ്രൈസ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തണം. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നാൽ ദെർ മസ്റ്റ് ബി എ കോൺട്രാക്ട്, ദെർ മസ്റ്റ് ബി 2 parties, then there must be transfer of property, then goods constitute the subject matter of a contract of sale, and goods are the transfer, the ownership of goods are transferred for price. ഇത്രയും പോയിന്റ് ഇതെല്ലാം എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ്.
Then 27 essentials of valid acceptance. Acceptance must be absolute and unconditional. ഇതെല്ലാം എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് ഈ പോയിന്റുകൾക്കെല്ലാം. Acceptance must be communicated to the offerer. Acceptance must be made with the reasonable time. Then it must be according to the mode prescribed or usual or reasonable mode. ഇതെല്ലാം നിങ്ങളെന്താ ഈ പോയിന്റുകളെല്ലാം ഈ ആൻസർ പോയിന്റിൽ ഇലാബറേറ്റ് ആയിട്ട് എഴുതണം. എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ്, ആ പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ 28 എസൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. ഇതെല്ലാം എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ നിങ്ങൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായൊരു ഗൈഡ് ലൈൻസ് മാത്രമാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇറ്റ് മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. ഇറ്റ് മസ്റ്റ് മൂവ് ഫ്രം ദി പ്രോമിസ് യുവർ എനി അതർ പേഴ്സൺ. നമ്മളെന്താ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി പ്രോമിസർ ഓഫ് ദി ഡിസയർ. പ്രോമിസർ വിൽ ഡിസൈഡ് വാട്ട് ഷുഡ് ബി ദി കൺസിഡറേഷൻ. പ്രോമിസറാണ് തീരുമാനിക്കുന്നത് ആ കോൺട്രാക്റ്റിൻ്റെ കൺസിഡറേഷൻ എന്താണ്. ഇനി ഇറ്റ് മസ്റ്റ് മൂവ് ഫ്രം ദി പ്രോമിസ് യുവർ എനി അതർ പേഴ്സൺ. ഇറ്റ് മസ്റ്റ് ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. It need not be adequate. It must be real. It must be lawful. It must be something which the promissory is not already bound to do. The essentials of valid consideration the YouTube വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നോക്കി അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓർമ്മിക്കുക. ദെൻ 29th one is coercion. ഇതെല്ലാം നോർമലി നമ്മളുടെ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ 2022 ജനുവരി 6 എഴുതാൻ പോകുന്ന അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. കാരണം അത്രമാത്രം ഇതൊരു വൈഡ് കവറേജ് ഉണ്ട് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിന്. നമ്മളതിൻ്റെ coercion is a threat or force used by one party against the another for compelling him to enter into an agreement. An act will amount to coercion if the following essentials are fulfilled. There must be clear utterance of threat. വ്യക്തമായിട്ടും ഒരു ഭീഷണി ഉണ്ടാകണം. ദി ത്രെറ്റ് ഷുഡ് ബി ടു കമ്മിറ്റ് ആൻ ആക്ട് ഫോർബിഡൻ ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ്. IPC പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും IPC നിയമവിരുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയായിരിക്കണം ഭീഷണി. ത്രെറ്റ് ഷുഡ് ബി ടു കമ്മിറ്റ് ആൻ ആക്ട് ഫോർബിഡൻ ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ്. ഇറ്റ് മസ്റ്റ് ബി അട്ടേർഡ് വിത്ത് ദി ഇന്റൻഷൻ ഓഫ് കോസിംഗ് ദി അതർ പാർട്ടി ടു എൻറ്റർ ഇൻ ടു ആൻ എഗ്രിമെന്റ്. നമ്മൾ വെറുതെ ഒരാളെ ഭീഷണിപ്പെടുത്തുകയല്ല, ഒരാളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാളെ ത്രെട്ടൻ ചെയ്യുകയോ, threatening or using or threatening to use force in order to force another person to enter into a contract is coercion. അപ്പോൾ 2-3 എസൻഷ്യൽ എലമെൻറ്റ്സ് വരുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ പറയുന്ന എല്ലാ എസൻഷ്യൽ എലമെൻറ്റ്സും കോയേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ 30th വാട്ട് ഈസ് മിസ്റ്റേക്ക്? എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. മിസ്റ്റേക്ക് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എറോണിയസ് ബിലീഫ്, തെറ്റായ വിശ്വാസം കൺസേണിങ് സംതിങ്, എന്തിനെക്കുറിച്ചുള്ളെങ്കിലും ഉള്ള തെറ്റായ ഒരു വിശ്വാസമാണ് മിസ്റ്റേക്ക്. ഇറ്റ് മീൻസ് ദാറ്റ് ദി പാർട്ടി ഈസ് ഇൻറ്റൻഡിങ് ടു ഡു വൺ തിങ് ഹൗ ബൈ ദെൻ ഇൻ്റർനാഷണൽ എറർ ഡൺ. ഇവിടെ എന്താ ഒരു ഹൗ ബൈ ഇൻറ്റൻഷണൽ എറർ ഡൺ സംതിങ് എൽസ്. എന്നതൊരു ഇൻറ്റൻഷണൽ ആയിട്ടാണ് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി. ഇറ്റ്സ് എ സ്ലിപ്പ് മെയ്ഡ് നോട്ട് ബൈ സൈൻ ബട്ട് മിസ് ചാൻസ്. മിസ്റ്റേക്ക് മേ ബി ഓഫ് 2 types. നിങ്ങളിപ്പോൾ എന്താ, മിസ്റ്റേക്ക് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എറോണിയസ് ബിലീഫ് കൺസേണിങ് സംതിങ്. ആ 2ാമത്തെ സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് അവിടെ ആൻസറിൻ്റെ ഭാഗമായിട്ടത് ഡിലീറ്റ് ചെയ്യാം. 2ാമത് ഇറ്റ്സ് എ സ്ലിപ്പ് മെയ്ഡ് നോട്ട് ബൈ ഡിസൈൻ ബട്ട് ബൈ മിസ് ചാൻസ്. മിസ്റ്റേക്ക് മേ ബി ഓഫ് 2 types. മിസ്റ്റേക്ക് ഓഫ് ലോ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. എന്നാൽ മിസ്റ്റേക്ക് ഓഫ് ലോ എന്താ? മിസ്റ്റേക്ക് ഓഫ് ലോ മേ ബി ഓഫ് 3 kinds. മിസ്റ്റേക്ക് ഓഫ് ജനറൽ ലോ ഓഫ് ദി കൺട്രി, mistake of foreign law, mistake of private rights of a party relating to property and goods. 2ാമത് mistake of fact ആണ്. Mistake of fact may be either bilateral mistake or unilateral mistake. ഇപ്പം 2 എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ mistake of factൽ തന്നെ mistake as to subject matter, അപ്പോൾ namely existence, identity, title, price, quantity, quality. Mistake as to possibility of performing the contract, physical impossibility, legal impossibility. ദെൻ യുലിനാ സെക്ഷൻ 22. പിന്നെ ഈ പോയിന്റുകളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഇത്രയും പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ആൻസർ വളരെ ലെങ്തിയായി പോകുന്നില്ല എന്നും കൂടി ഉറപ്പാക്കണം. ഇപ്പം മിസ്റ്റേക്ക് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ക്ലിയർ ആയിട്ടുണ്ട്. വളരെ ഷോർട്ടൻ വേർഷനാണ്. അല്ലായെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യുക.
ദെൻ അടുത്ത 31st വൺ, 31ാമത്തെ എന്താ, വാട്ട് ആർ ദി ഡ്യൂട്ടീസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എൻ ഏജൻറ്റ്. ഇപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി റൈറ്റ് ലയബിലിറ്റി ഒക്കെ എന്താണെന്നുള്ളതാണ്. ഇത് ഡ്യൂട്ടീസ് ഓഫ് ഏജൻറ്റ് ടു പ്രിൻസിപ്പൽ, to act according to principal's direction, to act with reasonable skill and diligence, to render accounts, കണക്ക് ബോധിപ്പിക്കുക, to communicate, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ പ്രിൻസിപ്പലുമായിട്ട് ബന്ധപ്പെടുക, not to deal on his own account, ഇപ്പം സ്വന്തം പേരിൽ പ്രവർത്തിക്കാതിരിക്കുക, ഇപ്പം സ്വന്തം അക്കൗണ്ടിൽ പ്രവർത്തിക്കാതിരിക്കുക, then to pay over all monies, not to use information obtained in course of agency. ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഇതിന് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. 5 മാർക്കിനാണെങ്കിൽ നമ്മൾ 2 പേജിൽ അല്ലെങ്കിൽ 2.5 പേജിൽ കൂടാത്ത രീതിയിൽ എക്സ്പ്ലനേഷൻ ലിമിറ്റ് ചെയ്യുക. ഈ പോയിന്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദെൻ 3ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കുന്നത്. ആദ്യത്തെ എന്താ, ഡിഫൈൻ കോൺട്രാക്ട്, എക്സ്പ്ലെയിൻ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇത് സാധാരണ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ആൻസർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല. ഇതിൻ്റെ ആവശ്യമായ എക്സ്പ്ലനേഷൻ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ 33ാമത്തത്, എക്സ്പ്ലെയിൻ ദി ലോ റിലേറ്റിംഗ് ടു മൈനേഴ്സ് എഗ്രിമെൻറ്റ്. മൈനേഴ്സ് എഗ്രിമെൻറ്റും അതിൻ്റെ ഇഫക്റ്റും നമ്മളിതിന് മുമ്പും പല പാർട്ടിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ആൻസർ കീയിൽ അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ബ്രീഫായിട്ടുണ്ട്. അത് എലാബറേറ്റ് ചെയ്യുക. ഇപ്പം മൈനേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അത് 2 രീതിയിലും വരുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ എലാബറേറ്റ് ചെയ്താൽ മതി. മൈനേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ. 33, എക്സ്പ്ലെയിൻ ദി ലോ റിലേറ്റിംഗ് ടു മൈനേഴ്സ് എഗ്രിമെൻറ്റ് ആൻഡ് ഇറ്റ് ഇഫക്റ്റ് ദെയർ ആസ് പെർ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പം an agreement by or with a minor is void ab initio. അതാണ് അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ. ഒരു മൈനറുമായിട്ടോ മൈനർ ഏർപ്പെടുന്നതായ എല്ലാ എഗ്രിമെൻറ്റുകളും അത് വോയിഡാണ്, അതിന് വാലിഡിറ്റി ഇല്ല. ഇതിന് ഒരു എക്സെപ്ഷനേ ഉള്ളൂ. എന്തിനു വേണ്ടിയുള്ളതാണ്? an agreement or contract entered into a minor for the supply of necessaries to the minor or his legal dependents. ഈ 2 കാര്യത്തിൽ മാത്രമേ ഇതിൻ്റെ എക്സെപ്ഷൻ ഉള്ളൂ. ഒരു മൈനറിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ് സപ്ലൈ ചെയ്യുകയോ മൈനറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായ ഗുഡ് സപ്ലൈ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ടാകും. ഇവിടെയും മൈനർ കനോട്ട് ബി പേഴ്സണലി ലയബിൾ, ഓൺലി ഹിസ് എസ്റ്റേറ്റ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ. മൈനറിനെ വ്യക്തിപരമായ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മൈനറിൻ്റെ പേരിലുള്ള വസ്തുവകകളുടെ മേൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, അതിൽ നിന്ന് തുക ഈടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ 2 ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ ചാൻസ് ഉള്ളതാണ്. Then who is an unpaid seller? What are the rights of an unpaid seller against the goods buyer and personally? ഇതും 15 മാർക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അൺപെയ്ഡ് സെല്ലർ ആരാണ്? ഒരു അൺപെയ്ഡ് സെല്ലറിന് ഗുഡ്സിൻ്റെ എതിരല്ല, വിൽപ്പന നടന്നിരിക്കുന്ന സാധനങ്ങളുടെ മേലുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പേഴ്സണലി ബയർക്കെതിരെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. ഇത് 34ാമത്തെ അൺപെയ്ഡ് സെല്ലറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അത് ഈ കൊടുത്തിരിക്കുന്ന ആൻസർ കീകളെല്ലാം നമ്മൾ എലാബറേറ്റ് ചെയ്യുക. അപ്പോൾ അത് 34ാമത്തെ. ദെൻ 35ാമത്തെ ലാസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി മോഡ് ഓഫ് ക്രിയേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. ഏജൻറ്റും പ്രിൻസിപ്പളും ഏതൊക്കെ രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് എക്സ്പ്രസ് എഗ്രിമെൻറ്റിലൂടെ, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷനിലൂടെ, ബൈ റാറ്റിഫിക്കേഷനിലൂടെ, ഇതെല്ലാം പല രീതിയിൽ. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇതിൻ്റെ ആൻസർ വളരെ ക്ലിയർ ആയിട്ട് ഈ ആൻസർ കീഴിൽ തന്നിട്ടുണ്ട്. ഇത് ആവശ്യമായ എലാബറേഷൻ കൊടുത്താൽ മതി, ആവശ്യമായ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് നമ്മളൊരു 35 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളിതിന് മുമ്പ് ചെയ്ത വീഡിയോയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 35 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഈ ആൻസർ കീയിൽ ഒരു ഷോർട്ട് വേർഷനാണ്. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തി എലാബറേറ്റ് ആയിട്ട് ആൻസർ എഴുതുക. നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടാവുന്നതാണ്. കാരണം അത്രമാത്രം കവറേജോട് കൂടിയാണ് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. താങ്ക് യു. നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ചിന് വളരെ നന്ദി. ഇതിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ 2021 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് റെഫർ ചെയ്തിരിക്കണം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.